ഈ ദുബായിലുള്ള പൂച്ച സാറ് മാത്രമാണ് പകൽ മൊത്തം കിടന്നുറങ്ങുന്നത്. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കട്ടിലിനടിയിൽ കയറി കിടന്നുറങ്ങും. പിന്നെ വരുന്നത് വൈകുന്നേരമാണ്. വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ കരച്ചിൽ, എനിക്ക് ഫുഡ് തായോ, എനിക്ക് വെള്ളം തായോ, എൻ്റെ ലിറ്റർ ചേഞ്ച് ചെയ്യൂ. പൂച്ചകളുടെ ഡെലിവറി സമയം ഏകദേശം 2 മാസമാണെന്ന് അറിയാം. പക്ഷെ ഇത് 2 മാസമായിട്ട് ഒരു അനക്കമില്ല. വയറൊക്കെ ഉണ്ട്. ഇനി വല്ല പ്രശ്നങ്ങളും കാണുമോ, വെറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരുമോ? പക്ഷെ ആള് നോർമലായിട്ട് തന്നെ ഉണ്ടായതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടെൻഷനും ഉണ്ട്. ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വല്ലതും ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വല്ല ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് വന്നിട്ട് നോക്കാറുണ്ട്. നമ്മളെ ബെല്ലൊക്കെ ഒരു സ്വഭാവമുണ്ട്. ലിറ്റർ ചേഞ്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ട, ചേഞ്ച് ചെയ്ത ഉടനെ ഓടി വരും. ഞാൻ വിചാരിക്കും അവൾക്ക് പോകേണ്ടതെല്ലാം പോയതിന് ശേഷം ഒറ്റയടിക്ക് ലിറ്റർ ചേഞ്ച് ചെയ്യലാന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ബെല്ലാണെങ്കിൽ അതിനേക്കാളും ട്രിക്കിയാണ്. ഞാൻ ലിറ്റർ ക്ലീൻ ചെയ്യുന്നത് നോക്കിയിരിക്കും ഓടി വരാൻ വേണ്ടിയിട്ട്. പൂച്ചകളാണെങ്കിൽ ഹൈജീൻ്റെ കാര്യത്തിൽ ഭയങ്കര ഉസ്താദാണ്. ലിറ്ററിൽ പോയതിനു ശേഷം കൈയും കാലൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടേ വരും. ഈവൻ നെയിൽസിന്റെ അകത്തുള്ള സാൻഡ് പോലും ഫുള്ള് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞിട്ടേ വരും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ലിറ്റർ സാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ക്ലീൻ ചെയ്യാനും പറ്റുന്നുണ്ട്. മോശമായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളൊന്നും റൂമിലില്ല. 10 kg പാക്കറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞ ഒരു 20 dirhams ആണ് വരുന്നത്. നാട്ടിലെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി. നമുക്ക് ഉറങ്ങാനുള്ള സമയം നമ്മൾ കട്ടിൻ്റെ അടിയിലേക്ക് പോകുന്നു. ബൈ ബൈ ഗായ്സ്. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം.